KSRTC ബസ് സ്റ്റേഷനുകളിൽ ട്രേഡ് യൂണിയനുകളുടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനെതിരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തോരണങ്ങൾ കെട്ടി പരിസരം മലിനമാക്കുന്നതിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണം, നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടുകാരും നമ്മൾ നശിപ്പിക്കാൻ വരുന്നില്ല. KSRTC ട്രേഡ് ഫ്രണ്ടത്തിൽ ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആ കോട്ടിയാണ് പറഞ്ഞൂടെ, പറഞ്ഞോ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് അടിച്ച് ജീവനക്കാർ കൈകൊടുക്കും. അവർ വായിച്ചു നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വോട്ടിയട്ടെ. അതിന് ഈ തോരണമെല്ലാം വലിച്ചു കെട്ടി ഈ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയൊന്നും എല്ലാ ട്രേഡ് യൂണിയനുകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇതിന്റെ പുറത്ത് നടപടി എന്ന് മാത്രമേ പറയാൻ. ഷമീർ അബ്ദുൾ ഉണ്ട് വിവരങ്ങളുമായി. ഷമീർ, KSRTC ബസ് സ്റ്റാൻഡ് ഒരു പൊതു ഇടമാണ്. ഒപ്പം തന്നെ പൊതു ഇടം എന്നതിനോടൊപ്പം തന്നെ എല്ലാ യൂണിയനുകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകളും ഈ കലാപരിപാടി ആവർത്തിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിയുടെ വളരെ നല്ലൊരു നടപടി ഉണ്ടാകുമെങ്കിൽ എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? ബിനിൽ, കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടന്ന KSRTC വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇത്തരത്തിൽ മന്ത്രി സംഘടനകൾക്കെതിരെ രംഗത്ത് വന്നത്. സംസ്ഥാനത്ത് പല KSRTC ബസ് സ്റ്റാൻഡുകളിലേക്കും പൊതുജനം എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ സംഘടനകളുടെ കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ഒക്കെ പതിച്ച് KSRTC ബസ് സ്റ്റാൻഡ് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിന് മാറ്റം വരണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അതായത് ഇനി സംഘടനകളിൽ ആരെങ്കിലും ഇത്തരത്തിൽ ഈ കൊടിതോരണങ്ങൾ കെട്ടിയത് നീക്കം ചെയ്തില്ലെങ്കിൽ അതിൽ നിയമപരമായി നേരിടുമെന്നും ഗണേഷ് കുമാർ പറയുന്നു. ഈ റഫറണ്ടത്തിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജീവനക്കാർക്കൊക്കെ അറിയാം. അതിന് പ്രത്യേക ബോർഡിന്റെയോ തോരണത്തിന്റെയോ ആവശ്യമില്ല. അത്തരത്തിൽ തോരണങ്ങൾ കെട്ടിയിരിക്കുന്നതാണ് താൻ കേരളത്തിൽ ഉടനീളം KSRTC ബസ് സ്റ്റാൻഡുകൾ സഞ്ചരിച്ചപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനി അനുവദിക്കാൻ കഴിയില്ല. സംസ്ഥാന ഹൈക്കോടതിയുടെ നിർദ്ദേശം തന്നെയുണ്ട് ഇത്തരത്തിൽ പൊതുവിടങ്ങൾ മലിനമാക്കരുതെന്ന്. അത്തരത്തിൽ ഇനിയും സംഘടനകൾ മലിനമാക്കാൻ നോക്കിയാൽ അത്തരം ജീവനക്കാരെ അല്ലെങ്കിൽ സംഘടനക്കാരെ തെരഞ്ഞു പിടിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. KSRTC ഒരു നവീകരണത്തിന്റെ പാതയിലാണ് പോകുന്നത്. അതിന് തൊഴിലാളികളുടെയും അതുപോലെ സംഘടനാ പ്രതികളുമൊക്കെ പൂർണ്ണ പിന്തുണ മന്ത്രി എന്ന നിലയിൽ തനിക്കും ആ വകുപ്പിനും നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇനി നടപടിയിലേക്ക് നീങ്ങുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ബിനിൽ, ശരി. ഷമീർ അബ്ദുള്ളാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ നടപടിയിലേക്ക് നീങ്ങാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകരുത്, അതിന് നിർബന്ധിതമാക്കരുത് എന്നുള്ളതാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഷമീർ അബ്ദുള്ളാണ് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകിയത്.